അപ്പഴാ രണ്ടാമത്തെ ദിവസമാണ് മൈസൂർ. അവിടുന്ന് പാലസിൽ പോവാണ്. പാലസിൽ ഇന്നലെ രാത്രി പോയിട്ടുണ്ടായിരുന്നു. അവിടെ ലൈറ്റും കാര്യങ്ങളൊക്കെ കണ്ടു. പിന്നെ പാലസിന്റെ ഉള്ളിൽ കയറിയിട്ടില്ലായിരുന്നു. രാവിലെ 10 മണി തൊട്ടിട്ട് വൈകുന്നേരം 5 മണിയാണ് അവിടുത്തെ ഒരു ടൈം എന്ന് പറയുന്നത്. അപ്പൊ ഇവിടുന്ന് 2 കേട്ടോ ഓട്ടോ. ഇവിടെ ഒരു റിക്ഷന്റെ ഒരു ഗവൺമെന്റിന്റെ ഒരു ഇത് വരുന്നുണ്ട്. അതിൽ നമ്മൾ 1 രൂപ കൊടുത്തിട്ട് നമ്മൾ ടിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ അവിടുത്തെ എല്ലാ ഒരു ഓട്ടോ വേറെ എക്സ്ട്രാ പൈസ ഒന്നും കൊടുക്കണ്ട. ആ ഒരു എമൗണ്ട് മാത്രം കൊടുത്താൽ മതി. അല്ലാതെ നമ്മൾ വേറെ പുറത്തുനിന്ന് ഓട്ടോ വിളിക്കുകയാണെങ്കിൽ അവർ പോകുന്ന വില പറയും. അപ്പൊ പുറത്തുനിന്ന് നമ്മൾ വണ്ടിയിൽ ചോദിച്ചപ്പോൾ അത് 80 എന്നാണ് പറഞ്ഞത്. അത് ഇവിടുന്ന് എടുത്തപ്പോൾ 45. എത്ര വ്യത്യാസം എനിക്ക് അപ്പൊ അങ്ങനെ എടുക്കുന്നത് കൊടുക്കണം. പക്ഷെ കുറച്ച് ക്യൂ നിൽക്കുന്നത് നല്ല തിരക്കുണ്ടാവും. പക്ഷെ ഇപ്പൊ രാവിലെ വലിയ തിരക്കില്ല, പെട്ടെന്ന് കിട്ടും. അപ്പൊ ഇനി നേരെ പാലസിന്റെ അവിടെ പോയിട്ട് അവിടെ നിന്ന് എങ്ങനെയാണുള്ളത് അറിയില്ല. പെട്ടെന്ന് കയ്യിലെടുക്കാൻ നോക്കാം. ഒരായി കൊടുക്കും, ഒരായി കൊടുക്കും. വീഡിയോ തന്നെ പോയോട്ടെ. കുറച്ച് വെയിലുണ്ടെങ്കിലും ചൂട് ഏൽക്കുന്നില്ല കേട്ടോ. നല്ലൊരു കാലാവസ്ഥ ഇവിടെ. പക്ഷെ നല്ല രസമുണ്ട് കാണാൻ. അടിപൊളിയാണ്, സൂപ്പറാണ്. ഈ ഓട്ടോറിക്ഷയില് പാലസ് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഒക്കെ അടുത്തടുത്താണ് ഇവിടെ കാണാനുള്ളത്. വലിയ ദൂരങ്ങളൊന്നുമില്ല. ഒക്കെ അടുത്തടുത്തടുത്തടുത്തുള്ള സ്ഥലങ്ങളാണുള്ളത്. വൃന്ദാവൻ മാത്രമേ ഉള്ളൂ കുറച്ചൊരു ദൂരം, 25 കിലോമീറ്ററോളം മുന്നോട്ടേക്കാണ്. ബാക്കി ഒക്കെ അടുത്താണുള്ളത്. ഇതൊക്കെ പോയി നോക്കണം. നല്ല സ്ഥലങ്ങളാണ്. എത്താറായി താമസിൻ്റെ അവിടെ പല ഭാഗങ്ങളുണ്ട്. കുടികാലങ്ങളുള്ളതാണ് കറക്റ്റ് അറിയാത്തത്. കുറേ ഞങ്ങൾക്ക് തോന്നുന്നതാണ് എൻട്രി, പക്ഷെ അത് അവരെ എൻട്രി എടുക്കാൻ സ്ഥലം. പക്ഷെ ഇതാണ് എൻട്രി. പാലസിൻ്റെ അവിടെ ഇതാണ് പാലസ്. ഇവിടെ നിൽക്കുക. അങ്ങനെ പാലസിൽ കയറി കേട്ടോ. അല്ല, വീഡിയോയില് പാലസിൽ കയറി പാലസിന്റെ ഉള്ളിലോട്ടുള്ള പോവുകയാണ് കേട്ടോ. പാലസിന്റെ ഉള്ളിലോട്ട് പോവുകയാണ്. എൻട്രൻസ് ടു പാലസ്. ഫോട്ടോ എടുക്കില്ലേ? പാലസ് രാത്രി ലൈറ്റിങ്ങനെ കണ്ടിട്ടില്ല. രാത്രി ഫുള്ള് ലൈറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് അടിപൊളിയായിരുന്നു കേട്ടോ. അപ്പൊ അതിന് എന്താ പറയാ, രാവിലെ എന്ന് പറയണത് രാത്രി 7 മണിക്ക് ശേഷം പിന്നെ ലൈറ്റ് ഒക്കെ ഓൺ ആവുള്ളൂ. രാവിലെയാണ് ഇതിന്റെ ഉള്ളിലോട്ടുള്ള പ്രവേശനം വരുന്നത്. അങ്ങനെ അങ്ങോട്ട് അതിൻ്റെ ഉള്ളിലേക്ക് കടക്കാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ. പിന്നെ നമ്മൾ ചെരുപ്പ് കാര്യങ്ങളൊക്കെ അവിടെ അയച്ചിട്ട് നമ്മൾ അവിടെ വെക്കണം. ഉള്ളിലേക്ക് ചെരുപ്പിട്ട് കയറാൻ പാടില്ല. അങ്ങനെ ഉണ്ട് കേട്ടോ. നല്ല തിരക്കായിരുന്നു വെച്ചാൽ നല്ല തിരക്കായിരുന്നു. പിന്നെ സീസണും കൂടെ ആയതുകൊണ്ട്, പെരുന്നാളും കൂടെ ആയതുകൊണ്ട് നല്ല തിരക്കായിരുന്നു കേട്ടോ. അപ്പം അതുകൊണ്ട് തന്നെ വീഡിയോസൊക്കെ എടുക്കുമ്പോൾ എല്ലാവരുടെ തലയും അങ്ങനത്തെ സംഭവം കാര്യങ്ങളൊക്കെ ആയിരുന്നു പെട്ടുകൊണ്ടിരുന്നത്. അപ്പം എനിക്ക് പറ്റുന്ന തരത്തിലൊക്കെ ഞാൻ കുറച്ച് വീഡിയോ എടുത്തിട്ടുള്ളൂ. കുറേ ഒന്ന് നടന്ന് കാണാനുണ്ട്. ഈ കൂടെയൊക്കെ അതിൽ പോകാനൊക്കെ ഓരോ വഴികൾ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. നടന്നാലും തീരൂല, അത്രയ്ക്കുണ്ട്. പിന്നെ അവിടെ ഇവിടെ നിന്ന് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്ത് അങ്ങനെ കുറേ ഒരു ടൈം തന്നെ അതിൻ്റെ ഉള്ളിൽ ചിലവഴിച്ചിട്ടുണ്ട്. ഇവിടെ നമ്മൾ ചെരുപ്പ് അയച്ചു കൊടുക്കണം കേട്ടോ. അപ്പോൾ നമുക്കൊരു ടോക്കൺ തരും. തിരിച്ചു വരുമ്പോൾ ആ ടോക്കൺ കൊടുത്തു കഴിഞ്ഞാൽ നമ്മളുടെ കവറ് നമുക്ക് എടുത്ത് തരും കേട്ടോ. അങ്ങനെയാണ്. ബാഗും കാര്യങ്ങളൊക്കെ കൊണ്ടുപോകാം, പക്ഷെ ചെരുപ്പിട്ട് കയറാൻ പാടില്ല. അങ്ങനെയാണ്. ഒരുപാട് നടക്കാനുണ്ടെന്ന് വെച്ചാൽ ഒരുപാട് നടന്ന് കാണാനുണ്ട്. മണിക്കൂറുകളോളം ചെലവഴിക്കേണ്ടി വരും കേട്ടോ അതിൻ്റെ ഉള്ളിൽ. പിന്നെ നമ്മൾ പിന്നെ പെട്ടെന്ന് തന്നെ അങ്ങോട്ട് ഒക്കെ കവർ ചെയ്ത് കണ്ട്, എന്നാലും അത്യാവശ്യം ഫുള്ള് കണ്ടിട്ട് തന്നെയാണ് ഇറങ്ങിയത്. കുറച്ച് ഫാസ്റ്റിലെല്ലാം നടന്ന് കണ്ടു കേട്ടോ. പിന്നെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറേ ആൾക്കാരുള്ളതുകൊണ്ട് തല മാത്രം ഉൾപ്പെടുന്നുള്ളൂ വീഡിയോയിലെ. അപ്പോൾ പിന്നെ ഞാൻ വീഡിയോ അധികം എടുത്തിട്ടില്ല, നല്ല തിരക്കായതുകൊണ്ട്. പറ്റുന്ന തരത്തിലൊക്കെ ഇങ്ങനെ കുറച്ച് ഇങ്ങനെ എടുത്തു. അതും ഫുള്ളായിട്ടൊന്നും ഞാൻ എടുത്തിട്ടുണ്ടാവില്ല കേട്ടോ. അപ്പം നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. പാലസിൻ്റെ ഉള്ളിൽ ആദ്യമായിട്ട് കയറുകയാണ് കേട്ടോ. കഴിഞ്ഞ പ്രാവശ്യമൊക്കെ പോയ സമയത്തൊക്കെ പുറത്തത്തെ ലൈറ്റ് കണ്ടിട്ടാണ് പോകുന്നത്. അത് ഉള്ളിൽ കയറിയിട്ടില്ലായിരുന്നു.
നല്ല തിരക്കായിരുന്നു. ആദ്യം നമ്മൾ ക്യൂ നിന്നിട്ട് അങ്ങനെ കയറി കയറി പോക്കാണ്. പിന്നെ അങ്ങോട്ട് കയറി കഴിഞ്ഞാൽ അതൊരു ലോകം. എൻ്റെ പൊന്നോ, അത്ര ഉണ്ടായിരുന്ന